ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷമേത്? 1889. 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലമേത്? അലഹബാദ്. അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ജവഹർലാൽ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? അരുമയായ രത്നം. ജവഹർലാൽ എന്ന പദത്തിന്റെ അർത്ഥം അരുമയായ രത്നം എന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവിന്റെ പേരെന്ത്? മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. നെഹ്റുവിന്റെ മാതാവിന്റെ പേരെന്ത്? സ്വരൂപ് റാണി തുസ്സു. സ്വരൂപ് റാണി തുസ്സുവാണ് ജവഹർലാൽ നെഹ്റുവിന്റെ മാതാവ്. ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയുടെ പേരെന്ത്? കമല കൗൾ. കമല കൗൾ ആണ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്നി. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിമാർ ആരൊക്കെയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹഠി സിംഗ്. വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ ഹഠി സിംഗുമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിമാർ. ജവഹർലാൽ നെഹ്റുവിന്റെ പുത്രിയുടെ പേരെന്താ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പുത്രി. നെഹ്റുവിന്റെ ചെറുമക്കൾ ആരൊക്കെയാണ്? രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി. രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിന്റെ ചെറുമക്കളാണ്. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്ത്? ചാച്ചാജി. നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരാണ് ചാച്ചാജി. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏത്? 1964. 1964 മെയ് 27 നെഹ്റു അന്തരിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത്? ശാന്തിവനം. ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻ ഓട്ടോബയോഗ്രഫി. ആൻ ഓട്ടോബയോഗ്രഫിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ. നെഹ്റുവിന്റെ ആത്മകഥ സമർപ്പിച്ചിട്ടുള്ളത് ആർക്ക്? കമല നെഹ്റുവിന്. നെഹ്റുവിന്റെ ആത്മകഥ സമർപ്പിച്ചിട്ടുള്ളത് കമല നെഹ്റുവിനാണ്. നെഹ്റു ആത്മകഥ എഴുതി തീർന്നതെന്ന്? 1935 ഫെബ്രുവരി 14. 1935 ഫെബ്രുവരി 14 നെഹ്റു ആത്മകഥ എഴുതി തീർന്നത്. നെഹ്റുവിന്റെ ആത്മകഥ പ്രസിദ്ധപ്പെടുത്തിയ വർഷം? 1936. 1936 നെഹ്റുവിന്റെ ആത്മകഥ പ്രസിദ്ധപ്പെടുത്തിയത്. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം? 1955. 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത്. ലോക ശിശുദിനം എന്നാണ്? നവംബർ 20. നവംബർ 20 ലോക ശിശുദിനം ആചരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? 17 വർഷം. കൃത്യമായി പറഞ്ഞാൽ 16 വർഷവും 9 മാസവും നെഹ്റു തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1947 മുതൽ 1964 മരിക്കുന്നതുവരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ്? അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ച്. 1944 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 5 മാസം കൊണ്ടാണ് ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റു എഴുതിയത്. നെഹ്റുവിന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് തന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തം എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത്.
രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും നെഹ്റു പറഞ്ഞ സന്ദർഭമേത്? ഗാന്ധിജിയുടെ വിയോഗവേളയിൽ നടത്തിയ അഭിസംബോധനയിൽ. നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 57 വയസ്സ്. 57 വയസ്സിലാണ് നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്ന്? ലണ്ടനിൽ നിന്ന്. ലണ്ടനിൽ നിന്നാണ് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത്. എന്നാണ് ദേശീയ ശിശുദിനമായി ആഘോഷിക്കുന്നത്? നവംബർ 14. നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷമേത്? 1929. 1929 നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. 1929 നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്. ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ച സ്കൂൾ ഏത്? ഹാരോ പബ്ലിക് സ്കൂൾ. നെഹ്റുവിന്റെ കുടുംബ വീട് ഏതു പേരിൽ അറിയപ്പെടുന്നു? ആനന്ദഭവനം. ആനന്ദഭവനമാണ് നെഹ്റുവിന്റെ കുടുംബ വീട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ആ ദീപം പൊലിഞ്ഞു. ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയുടെ മരണത്തെ. ഗാന്ധിജി വെടിയേറ്റു മരിച്ച അവസരത്തിലാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്. നെഹ്റുവിന്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ചേരിചേരാ നയം. നെഹ്റുവിന്റെ വിദേശ നയം ചേരിചേരാ നയം എന്ന പേരിൽ അറിയപ്പെടുന്നു. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ. ന്യൂഡൽഹിയിലാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. നെഹ്റു സ്ഥാപിച്ച പത്രമേത്? നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് ആണ് നെഹ്റു സ്ഥാപിച്ച പത്രം. 1938 നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിച്ചത്. 1934 പ്രസിദ്ധീകരിച്ച നെഹ്റുവിന്റെ പുസ്തകമേത്? ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പ്രസിദ്ധീകരിച്ചത് 1934. ജവഹർലാൽ നെഹ്റു 1930-33 കാലഘട്ടങ്ങളിൽ ജയിലിൽ വെച്ച് മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച 196ഓളം കത്തുകളുടെ സമാഹാരമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അഥവാ വിശ്വചരിത്രാവലോകനം. ക്രിപ്സ് മിഷനുമായി നെഹ്റു ഭരണപരിഷ്കാര ചർച്ച നടത്തിയ വർഷമേത്? 1942. 1942 ക്രിപ്സ് മിഷനുമായി നെഹ്റു ഭരണപരിഷ്കാര ചർച്ച നടത്തിയത്. ബസൽസിൽ വെച്ച് നടന്ന ഏത് സമ്മേളനത്തിലാണ് നെഹ്റു കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത്? മർദ്ദിത ജനങ്ങളുടെ ലോക സമ്മേളനത്തിൽ. ബസൽസിൽ നടന്ന മർദ്ദിത ജനങ്ങളുടെ ലോക സമ്മേളനത്തിലാണ് നെഹ്റു കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത്. ജവഹർലാൽ നെഹ്റു അലഹബാദ് ഹോം റൂൾ ലീഗ് സെക്രട്ടറിയായ വർഷമേത്? 1919. 1919 നെഹ്റു അലഹബാദ് ഹോം റൂൾ ലീഗ് സെക്രട്ടറിയായത്. നെഹ്റു ദേശീയ സാമ്പത്തിക ആസൂത്രണ കമ്മിറ്റി രൂപവൽക്കരിച്ച വർഷമേത്? 1937. 1937 ദേശീയ സാമ്പത്തിക ആസൂത്രണ കമ്മിറ്റി രൂപവൽക്കരിച്ചത്. ജവഹർ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? രത്നം. രത്നം എന്നാണ് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിതയാര്? മദർ തെരേസ. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിതയാണ് മദർ തെരേസ. നെഹ്റു സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൽ പങ്കെടുത്ത വർഷമേത്? 1928. 1928 നെഹ്റു സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിൽ പങ്കെടുത്തത്. നെഹ്റു എത്ര തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു? 1954 വരെ 4 തവണ നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. നെഹ്റു ആദ്യമായി ജയിൽവാസം അനുഭവിച്ച വർഷമേത്? 1921. 1921 മുതൽ 1945 വരെ 6 തവണകളിലായി അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്.
ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ഋതുരാജൻ എന്നാണ്. ജവഹർലാൽ നെഹ്റു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വർഷമേത്? 1934. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാര്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധിക്ക് ജവഹർലാൽ നെഹ്റു എഴുതിയ 30 കത്തുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ഏതു പേരിലാണ്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇന്ദിരാഗാന്ധി മുസൂറിയിൽ താമസിക്കുമ്പോൾ നെഹ്റു അയച്ച കത്തുകളാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പിൽക്കാലത്ത് പുസ്തകമാക്കപ്പെട്ടത്. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ? ജവഹർലാൽ നെഹ്റുവിനെ. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? 1912 ബന്ദിപ്പൂർ സമ്മേളനം. 1912 ബന്ദിപ്പൂർ സമ്മേളനമാണ് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ജവഹർലാൽ നെഹ്റു ഏത് ഹൈക്കോടതിയിലാണ് വക്കീലായി സേവനമനുഷ്ഠിച്ചത്? അലഹബാദ് ഹൈക്കോടതിയിൽ 1912 മുതൽ. നെഹ്റു ഏതു വർഷമാണ് വിവാഹിതനായത്? 1916. 1916 നെഹ്റു കമല കൗളിനെ വിവാഹം ചെയ്തത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമേത്? മണിപ്പൂർ. ജവഹർലാൽ നെഹ്റു മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രത്നം എന്നാണ്. ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? ചൈനയുമായിട്ട്. ചൈനയുമായാണ് നെഹ്റു പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്. ഏത് ചൈന പ്രധാനമന്ത്രിയുമായിട്ടാണ് 1954 പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത്? ചൗ എൻ ലായ്. ചൗ എൻ ലായ് എന്ന ചൈന പ്രധാനമന്ത്രിയുമായിട്ടാണ് 1954 പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നെഹ്റു ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ പ്രസംഗം. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നെഹ്റു ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി.